നല്ല ഈ ഈവനിങ് ടൈമിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഉള്ള സെഷൻസ് വെക്കുന്നത് നല്ലതാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ യൗവനക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, അവരുടെ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സെഷൻസ് നമ്മൾ ഇടയ്ക്ക് വെക്കുമായിരുന്നു. കഴിഞ്ഞ വീക്കുകളിലൊക്കെ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു സെഷൻ നമുക്ക് വെക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഓർത്തു അങ്ങനൊരു സെഷൻ പിന്നെ നമുക്ക് വെക്കാമെന്ന്. സോ നിങ്ങളെല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നല്ല കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. പ്രത്യേകിച്ചും യുവയുടെ ഈ മീറ്റിംഗ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ സന്നിധി വളരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ എല്ലാവരും കൂടെ കണക്ട് ചെയ്ത് നിർത്തണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ യുവയുടെ മീറ്റിംഗ് തുടങ്ങിയത്. ഞാൻ ആരംഭത്തിൽ തന്നെ കഴിഞ്ഞ 2-3 വീക്കുകൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിനുശേഷം ഇഫ് യു വാണ്ട് ടു ആസ്ക് സംതിങ് ഫീൽ ഫ്രീ ടു ഡു ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചോദിക്കണം എന്ന് ഇല്ല. ചാറ്റ് ബോക്സിൻ്റെ അകത്ത് പേഴ്സണലി ആസാദിയുടെ ഐഡിയിലേക്ക് നിങ്ങൾക്ക് പേഴ്സണൽ ചാറ്റ് ഇട്ടാൽ മതി. ഞാൻ ആ ചാറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. അതുകൊണ്ട് ഫീൽ ഫ്രീ ടു ഡു ദാറ്റ്. ഈ സെക്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ സംശയങ്ങൾ, ദൈവവചനത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചോ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇതിൻ്റെ ഈ സെഷൻ്റെ അവസാന ഭാഗത്തായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം, അത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് വൈകിട്ട് ഐ വാസ് ടോക്കിംഗ് ടു എ യങ് പേഴ്സൺ. അപ്പം മോൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അവൻ്റെ ഹൃദയം ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ആരെങ്കിലും നമുക്കുള്ളത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഹൃദയം ഷെയർ ചെയ്യുവാൻ വേണ്ടി ആരെങ്കിലും ഉള്ളത് ഒത്തിരി നല്ലതാണ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റാരോടും അത് പങ്കുവെക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററോട് പറയാൻ പേടി, വീട്ടിൽ പേരൻസിനോട് പറയാൻ പേടി. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ആൻസർ കിട്ടുന്നില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ അടുക്കൽ അങ്ങനെ അവരുടെ ഹൃദയത്തിലുള്ള വേദനകൾ പറയാറുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയുന്നത്, അവരെ മെൻറ്റർ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട്, പദവിയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഹാർവസ്റ്റ് മിഷൻ മുംബൈ ചർച്ചിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. നേഹയുണ്ട്, റിങ്കിയുണ്ട്, കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ ഹാർവസ്റ്റ് മിഷൻ ബോംബെയിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് സെവൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. സെവൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണം കർത്താവ് എന്നോട് പറഞ്ഞു ഒരു 7 പേരെ തിരഞ്ഞെടുത്തിട്ട് മെൻറ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു സൺഡേയിൽ ഞാനത് അനൗൺസ് ചെയ്തു. അമേസിംഗ്ലി ഞാൻ എണ്ണമൊന്നും പറഞ്ഞില്ല, പക്ഷേ അന്ന് 7 പേര് മുമ്പിൽ വന്നു. അതും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ സെവൻസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എനിക്ക് ആഗ്രഹമുണ്ട് ആ സെവൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ അകത്ത് മറ്റ് കുഞ്ഞുങ്ങളെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട്, പിന്നെ ഇപ്പോൾ ആസാദിയിലും യുവായിലും ഒക്കെ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്തുകൊണ്ട് ആ സെവൻസിൻ്റെ ഗ്രൂപ്പിനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് സെവൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുന്നില്ല, 7, 14, 21 ഇങ്ങനെ നമുക്ക് പോകാം. സെവൻസ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്പിരിച്വൽ ഗൈഡൻസുകൾ പലപ്പോഴും ചില കാര്യങ്ങൾ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തരുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ഇത് യൗവനക്കാരോട് പങ്കുവെക്കുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെയുള്ള തോട്ട്സ്, എൻ്റെ പരാജയങ്ങൾ, ഞാൻ പഠിച്ച പാഠങ്ങൾ, അതൊക്കെ പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുവായിലുള്ള കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ആ സെവൻസിൻ്റെ ഗ്രൂപ്പിൽ ആഡാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ലൈനിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മെൻറ്ററിങ് ഗ്രൂപ്പ്. ഒരു മെൻറ്ററിങ് ഗ്രൂപ്പാണ്. അത് നമ്മൾ വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ കഴിഞ്ഞ ഒരു 2 വീക്ക് മുമ്പ് നമ്മുടെ ചർച്ചിലെ യൂത്തിൻ്റെ ഒരു പ്രേയറിന് ഞാൻ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ക്യാമ്പിനും അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. അത് ഞാൻ ഈ യുവയുടെ മീറ്റിങ്ങിൽ പറയുകയാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കാണുവാനിടയിൽ തീർന്നു. രാവിലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്: നമ്മുടെ ബോംബെയിലെ ചർച്ചിലെ ഇപ്പോൾ യൂത്ത് ടീമിലുള്ള, ഇപ്പം കൊയറിലുള്ള 20 വയസ്സ് 30 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ്. പക്ഷേ അവരെയൊക്കെ ഞാൻ കാണുന്നത് 20 വയസ്സുകാരായിട്ടല്ല, 30 വയസ്സുകാരായിട്ടല്ല,
ഒരു 45-50 റേഞ്ചിലാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഇത്രയും പ്രായമായോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ നിങ്ങൾ ഓരോരുത്തർ 25-30 വയസ്സൊക്കെ ഉള്ള നിങ്ങളെ ഞാൻ ഒരു 20 വർഷം കഴിഞ്ഞ് കണ്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പം ഞാൻ ആ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ആ സ്വപ്നത്തിൽ ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നീ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 30 വയസ്സ് ഇപ്പോൾ ഉള്ള ആൾ 50-ാമത്തെ വയസ്സിൽ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എടുത്ത് കർത്താവ്, ഇതൊരു വളരെ വിചിത്രമായ സ്വപ്നമാണല്ലോ, ഞാൻ എന്താ അവരെയൊക്കെ അങ്ങനെ കണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇപ്പോൾ അവർക്ക് 30 വയസ്സുണ്ട്, അല്ലെങ്കിൽ 25 വയസ്സുണ്ട്. ആഫ്റ്റർ 20 ഇയേഴ്സ് വാട്ട് ദേ വിൽ ബി ഡൂയിങ്. 20 വർഷം കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്? 20 വർഷം കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം, അവരുടെ സ്പിരിച്വൽ ഹൈറ്റ്, അവരുടെ സ്പിരിച്വൽ പൊസിഷൻ, അവരുടെ മിനിസ്ട്രി പ്ലാറ്റ്ഫോം എന്തായിരിക്കും? ഇന്ന് അവർ വർഷിപ്പ് ടീമിലുണ്ട്, ഇന്ന് അവർ കൊയറിലുണ്ട്. പക്ഷേ 20 വർഷം കഴിയുമ്പോൾ അവരെന്താകണം? 20 വർഷം കഴിയുമ്പോൾ അവരെവിടെ നിൽക്കണം? അത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അടുത്തൊരു യൂത്ത് മീറ്റിങ്ങിന് നമ്മുടെ യൂത്ത് ഒരു ദിവസം എന്നോട് വൈകിട്ട് പറഞ്ഞു, പാസ്റ്ററുകൾ വന്നിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ ഈ കാര്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആഫ്റ്റർ 20 ഇയേഴ്സ്, 20 വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ, ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തരികയാണെങ്കിൽ, നിങ്ങളൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ മിനിസ്ട്രി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത 20 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര പവർഫുൾ ശുശ്രൂഷ ചെയ്ത് ഇന്ത്യയുടെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റിയെ ഇളക്കി മറിക്കുന്ന, അല്ലേ, ആർക്കും പിടിച്ചു കെട്ടാൻ വയ്യാത്ത, ഒതുക്കാൻ വയ്യാത്ത അനോയിൻറ്റിങ്ങുമായിട്ടൊക്കെ നിൽക്കുന്ന, അല്ലാതെ ഇന്ന് കൊയറിൽ ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് നിന്ന് ഗിറ്റാർ അടിക്കുകയോ പാട്ട് പാടുകയോ അതൊക്കെ വേണം, അതൊക്കെ ദൈവം നിങ്ങൾക്ക് കഴിവുകളാണ്. പക്ഷേ ആഫ്റ്റർ 20 ഇയേഴ്സ് ഇന്നത്തെ ലെവലിൽ എനിക്ക് കാണണ്ട. ആഫ്റ്റർ 20 ഇയേഴ്സ് എനിക്ക് കാണേണ്ടത് ഇന്ത്യയുടെ പട്ടണങ്ങളെ വിറപ്പിക്കുന്ന വലിയ അഭിഷക്തന്മാരെയാണ്. ഈ ഒരു ദർശനം കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് ചലഞ്ച് ചെയ്തു. ഞാൻ പല സന്ദർഭത്തിൽ പിന്നെ കുഞ്ഞുങ്ങളോട് പറയാനിടയായിത്തീരുന്നു. യുവായിൽ ഞാൻ പറയുകയാണ്, 20 വർഷം കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകാം, ഇല്ലായിരിക്കാം. കാരണം നമുക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യർക്കും പറയാനൊക്കത്തില്ല 20 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണുമെന്ന്, ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ. എനിവേ ഇപ്പോൾ എനിക്കൊരു 50 വയസ്സ് തികഞ്ഞില്ല, അധികം താമസിക്കാതെ 50 വയസ്സ് തികയും. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെല്ലാം കണ്ടത് ഇപ്പോഴത്തെ എൻ്റെ ഏജിൽ, അല്ലേ, 40s ലേറ്റ് 40s നിൽക്കുന്ന കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ അവരെ കണ്ടത്. അപ്പോൾ ഇപ്പോൾ എനിക്കുള്ള ഏജിൽ നിങ്ങളെത്തുമ്പോൾ, ഇപ്പോൾ എനിക്ക് 49 ഇയേഴ്സാണ്, എനിക്ക് 49 വർഷമായി. ഒരു വർഷം കൂടി ഞാൻ ജീവിച്ചാൽ, ദൈവം ജീവിക്കാൻ അനുവാദം തന്നാൽ ഞാൻ ഹാഫ് സെഞ്ചുറി അടിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം എനിക്കിപ്പോൾ ഉള്ള ഏജിൽ നിങ്ങളെത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? ദൈവം നിങ്ങളെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത്? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്? നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലല്ല ജീവിതം. പക്ഷേ ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും അറിഞ്ഞ് നമ്മൾ ഇന്ന് എങ്ങനെ ചുവട് വെക്കുന്നു, അങ്ങനെയാണ് നിങ്ങൾ ആഫ്റ്റർ 20 ഇയേഴ്സ് അവിടെ എത്തുന്നത്. സത്യത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഇതൊന്നും എന്നോട് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. കുറേ പ്രായമായി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒന്നിൽ തന്നെ പഠിച്ചതോ, അല്ലെങ്കിൽ വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായതോ, മറ്റ് ദേവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ മനസ്സിലായതൊക്കെ കുറേ പ്രായം കഴിഞ്ഞാൽ മനസ്സിലായത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ കുറച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എത്ര കൂടുതൽ കാര്യക്ഷമമായിട്ട് എനിക്ക് കർത്താവിനെ സേവിക്കുവാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വീഴ്ചയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രായമുണ്ടല്ലോ, അതായത് 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, ഇങ്ങനെയുള്ള നല്ല പ്രായം. ആ നല്ല പ്രായത്തിൽ കൺസിസ്റ്റൻസിയോട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കൺസിസ്റ്റൻസിയോട് കാര്യങ്ങൾ ചെയ്യുക, ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയത്തില്ല. കുറച്ച് ദിവസം നല്ല സ്പിരിച്വലി നല്ല സ്ട്രോങ് ആയിരിക്കും, പിന്നെ നല്ല ആത്മീയം, നല്ല വെളിപ്പാട്, പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് ഉറങ്ങും. പിന്നെ അടുത്തൊരു റിവൈവൽ മീറ്റിങ്ങിന് നമ്മളിങ്ങനെ ഉണർന്ന് വരുന്നത്. അന്നേരം ശുശ്രൂഷയിലൊക്കെയാണ്, പക്ഷേ ഒരു ലക്ഷ്യം വെച്ച് ഒരു ഡിറ്റർമിനേഷനോട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഏതോ ഒരു മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഞാൻ റോമിൽ വരുവാൻ ആഗ്രഹിക്കുന്നു, റോമിൽ വന്നാൽ ഞാൻ ഡിറ്റർമൈൻഡ് ആണ്. അപ്പം പൗലോസ് പറയുന്നത് ഞാൻ വന്ന് ശ്രമിക്കാമെന്നല്ല, ഞാൻ ഡിറ്റർമൈൻഡ് ആണ്, അവിടെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഡിറ്റർമൈൻഡ് ആണ്. അപ്പോൾ ഒരു ഡിറ്റർമിനേഷൻ, കർത്താവേ, ഉറച്ചൊരു തീരുമാനം. ഡിറ്റർമിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്തുവാൻ
കഴിയില്ല. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുള്ള നിങ്ങളുടെ കോൾ, നിങ്ങളുടെ വാഗ്ദത്തം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ ചുവടുകളെ വെക്കുവാൻ തുടങ്ങണം. ഞാൻ യങ്ങായിട്ടുള്ള പാസ്റ്റേഴ്സിനെ കാണുന്നു. വളരെ ചെറിയ പ്രായത്തിൽ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ചില ദൈവദാസന്മാരെ എനിക്കറിയാം. എനിക്ക് അവരെക്കുറിച്ച് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവരുടെ 30s തന്നെ വളരെ ശക്തമായിട്ട് ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങി, അവർക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അതിൻ്റെ കാരണം അവർ ആത്മീയ ജീവിതത്തിൽ അവർ സ്ഥിരത കാത്തു സൂക്ഷിച്ചു എന്നുള്ളത്. അവർ വളരെ ചെറുപ്പമാണ്, അവർ സ്ഥിരത കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആകുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും അവരുടെ പ്രാർത്ഥനാ ലൈഫ് ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ കർത്താവിനെ സ്നേഹിച്ച് നിന്നതുകൊണ്ട് അവരുടെ ആ വിശ്വസ്തതയ്ക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, എൻ്റെ ഒരു സ്വഭാവമാണ്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ ഒരു വാക്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരിന്ന് വളരെ യങ്ങാണ് അല്ലേ, കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. കർത്താവെ സൂക്ഷിച്ചോണം, വീണു പോകാൻ ഇടയായിത്തീരരുത്, ശത്രു അവരെ നോക്കാൻ ഇടയായിത്തീരരുത് എന്ന് എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ ഇങ്ങനെ ഞാൻ വെച്ചൊന്ന് പ്രാർത്ഥിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്ന് ഇന്ത്യയിലൊക്കെ ഒത്തിരി വലിയ ചർച്ചകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 സഭകളിൽ 3 ഇന്ത്യയിലാണെന്ന്. അത് എനിക്ക് ഭയങ്കര ഒരു അമേസിങ് ഒരു ഇൻഫർമേഷനാണ് കേട്ടോ. ഇന്ത്യയിലെ ലോകത്തിലെ 10 ബിഗസ്റ്റ് ചർച്ചസിൽ 3 ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് എന്താ കേൾക്കുന്നത്? പെർസിക്യൂഷൻ, ഇതെല്ലാം കേൾക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ പഞ്ചാബിലെ അങ്കുർ നെരുളയുടെ ചർച്ചിൽ 3 ലക്ഷത്തിലധികം ആളുകൾ ഇന്നുണ്ട്. പഞ്ചാബിൽ അങ്കുർ നെരുളയുടെ ചർച്ചിൽ. ഹൈദരാബാദിലെ ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ചിൽ 4.5 ലക്ഷം ആളുകൾ. ലോകത്തിലെ 3ാമത്തെ വലിയ ചർച്ചായിട്ട് മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച ഹൈദരാബാദ്, ഡോക്ടർ സതീഷ് കുമാർ. അപ്പോൾ 4.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഖ്യയൊന്നുമല്ല. അങ്ങനെ 3 ലക്ഷത്തിൻ്റെ മുകളിലുള്ള 3 സഭകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്കുർ നെരുളയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കും, കർത്താവെ അങ്കുർ നെരുള തെറ്റായ ഉപദേശം ഒന്നും പഠിപ്പിക്കരുത്, കർത്താവ് നീ സൂക്ഷിച്ചോണം. കാരണം 3.5 ലക്ഷം ആളുകളെ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിരിക്കുന്നത് എത്ര വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്നറിയാമോ? നമ്മുടെ മിനിസ്ട്രി വളരുമ്പോൾ, നമ്മളെ കൂടുതൽ ആളുകൾ അറിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അങ്ങ് കൂടുകയാണ്. ഇനിയും നമ്മൾ പറയുന്ന വാക്ക്, പണ്ട് പറയുന്ന വാക്ക് 100 പേരെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ഇന്ന് പറയുന്ന വാക്ക് 3 ലക്ഷം പേരെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ അവരുടെ ശുശ്രൂഷ പിശാച്, ശത്രു ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. കർത്താവെ അവരെ നീ ഉപയോഗിക്കണം, അവരെ സത്യവചനത്തിനുവേണ്ടി നിൽക്കാൻ നീ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത്. അപ്പോൾ നമ്മളെല്ലാവരും അത് ചെയ്യണം. ചെറുപ്പക്കാരായ ഒത്തിരി ശുശ്രൂഷകന്മാർ ഇന്നാളുകൾ വളർന്നു വരുന്നു, എഴുന്നേറ്റ് വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കണം. ദൈവഹിതം മനസ്സിലാക്കിയത് കൊണ്ട് അന്ന് മുതൽ അത് പ്രാക്ടിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം എന്നില്ല. ദൈവഹിതം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ജീവിതത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ജീവിതത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ സമയങ്ങൾ നഷ്ടപ്പെടുത്തത്തില്ല. അത് ചെയ്ത് ഇത് ചെയ്ത് കുറേ സമയമെല്ലാം നഷ്ടപ്പെട്ടു, കുറേ സമയത്തിന് ശേഷം മനസ്സിലാകുന്ന ദൈവഹിതം എന്താണെന്ന്. അങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് റോമാലേഖനത്തിൽ നിന്ന് തന്നെയാണ്. റോമാലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചു. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് ബൈബിൾ ഉള്ളവരൊന്ന് വായിച്ചോട്ടോ. റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 12. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനേക്കും ത്രുഫോസേക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചൊല്ലുവിൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വചനം കേട്ടോ. ഇവിടെ 3 പെൺകുട്ടികളുടെ പേരാ കൊടുത്തത്. ത്രുഫോന, ത്രുഫോസ. ഈ പേരുകൾ വളരെ കട്ടിയുള്ള പേരുകളാണ്, നമുക്ക് ഓർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ 3 പേരിൽ പെർസിസിൻ്റെ പേരാണ് ഏറ്റവും ഫേമസ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ത്രുഫോന എന്ന പേരോ ഈ പേരൊന്നും ഇട്ട് കേട്ടിട്ടില്ല, കാരണം അത് വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട്. പെർസിസ് എന്നുള്ള പേര് കുറച്ചുകൂടെ ചെറിയ പേരായതുകൊണ്ട് അത് ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെർസിസിൻ്റെ പേര് കൊടുക്കും. പക്ഷേ പൗലോസ് ഈ വാക്യത്തിൽ 3
പെൺകുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്, 3 പെൺകുട്ടികളെക്കുറിച്ച്. ഞാൻ ഈ 3 പെൺകുട്ടികളെക്കുറിച്ച് പഠിച്ചപ്പോൾ, റോമ ചർച്ചിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അവിടെ മനസ്സിലായി. എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. യൂത്തിനെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഞാൻ ഈ വചനം പ്രാപിക്കുന്നത്, ഞാനൊരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഒരു മീറ്റിങ്ങിന് വേണ്ടി ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അന്ന് വൈകിട്ട് ഞാൻ ചെല്ലുന്ന ചർച്ചിൽ ഇത് പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ആ ചർച്ചിന് വേണ്ടിയുള്ള ദൂതല്ല, ആ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് വേണ്ടിയുള്ള ദൂതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ മെസ്സേജ് അല്ല അവിടെ പറഞ്ഞത്. യോഗമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ചില കൺസേൺസ് എന്നോട് പറഞ്ഞു. അദ്ദേഹം വളരെ ചെറിയ പ്രായമാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് വിവാഹത്തെക്കുറിച്ച് നല്ലൊരു ഗൈഡൻസ് കിട്ടണം. കാരണം ചെറുപ്പക്കാർക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജീവിത പങ്കാളിയായിരിക്കാം നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും വിവാഹ വിഷയത്തിൽ തെറ്റായ തീരുമാനമെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കുഞ്ഞുങ്ങളായിട്ടുള്ള എല്ലാവരും, പ്രായമായ വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം റൈറ്റ് ഗൈഡൻസ് തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അവിടെ ഒരു കാരണവശാലും തെറ്റായൊരു തീരുമാനമെടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം ഞാൻ പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 4 ദിവസമായിട്ട് ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കുകയാണ്. എവരി ഡേ പുള്ളിയുടെ പറമ്പിൽ ആരെങ്കിലും വന്നിട്ട് പറയാം ഇന്നാരുടെ ഡിവോഴ്സ് കഴിഞ്ഞു, ഇന്നാരുടെ ഡിവോഴ്സ്. അപ്പോൾ 4 ദിവസം ഞാൻ പറഞ്ഞാൽ യങ് പാസ്റ്റർ, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ 4 ദിവസം അടുപ്പിച്ച് ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ അങ്ങ് കൂടി. അദ്ദേഹത്തിന് പേടിയായി, കർത്താവേ എങ്ങനെ കല്യാണം കഴിക്കുന്നത്. അത് ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഡിവോഴ്സ് കഥ അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ അനുഭവം പറഞ്ഞതെല്ലാം നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ചെയ്യുന്ന, ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ചില ഹിന്ദി ദൈവദാസന്മാരാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആരുടെയാണ് ഡിവോഴ്സ് നടന്നത്? നോർത്ത് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന, വളരെ ഫേമസ് ആയിട്ടുള്ള ചില പാസ്റ്റേഴ്സിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞു. അവരവരുടെ 30s നിൽക്കുന്ന പാസ്റ്റേഴ്സാണ്, പ്രായമൊന്നുമില്ല. അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദേവദാസനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിശാച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഫാമിലീസിനെയാണ്, കുടുംബങ്ങളെയാണ്. ഇപ്പം ഇത് വിവാഹം കഴിഞ്ഞവരും ഇത് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ പിശാച് ടാർഗറ്റ് ചെയ്യുന്ന കുടുംബങ്ങളെയാണ്. കാരണം കുടുംബമാണ് ഫൗണ്ടേഷൻ, അടിസ്ഥാനം. കുടുംബമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങളെ തൊടുക, കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്ത് പിശാചിൻ്റെ ഭയങ്കര ഒരു സ്ട്രാറ്റജിയാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങി കുടുംബങ്ങൾക്ക് നേരെയുള്ള പിശാചിൻ്റെ ആക്രമണം. അത് വിവാഹം കഴിഞ്ഞവർ വളരെ ശ്രദ്ധിക്കണം, വിവാഹം കഴിക്കാനുള്ള കുട്ടികൾ അതിലധികം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞത്, കുടുംബങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഉപയോഗിക്കപ്പെടുന്ന, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, വളരെ പോപ്പുലറായിട്ടുള്ള വലിയതെന്ന് പറയാം, വലിയ ദൈവദാസന്മാരുടെ ഡിവോഴ്സ് കഴിഞ്ഞ ചില മാസങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഈ ദൈവദാസൻ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഭയം. അയ്യോ, ഇത്രയും വലിയ ദൈവദാസൻ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയെ പോലെ നടക്കുന്ന ആളുകൾ. എനിക്കൊത്തിരി സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വാക്കെങ്കിലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ചിലരുടെ ജീവിതത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കാരണം അവരതുപോലെ ഫേമസ് ആണ്. കർത്താവേ, ആ ദൈവദാസനെ നിർത്തണം, പിശാച് കാണരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവദാസൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ എന്താ ഇങ്ങനെ? അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി കേട്ടോ. അദ്ദേഹത്തിൻ്റെ ടെൻഷനായിട്ട്, എന്താ കാരണം? കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചാലോ എന്നുള്ളൊരു ടെൻഷൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? എന്തിനാ ഈ പ്രശ്നമൊക്കെ വലിച്ച് തലയിൽ വെക്കുന്നത്, അല്ലേ? വെറുതെ നമ്മൾക്ക് സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചാൽ പോരെ. പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ? അവർ ചിന്തിക്കുന്നത്, ഇന്നാരുടെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ, ഇന്നാരുടെ കുടുംബജീവിതം തകർന്നു, നമ്മുടേതും അങ്ങനെയൊക്കെ ആയിരിക്കും, സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചാൽ മതി. എനിക്കറിയാം, എന്നോട് ചില അമ്മമാർ വിളിച്ചിട്ട് പറയും, എൻ്റെ മോൾക്ക് കല്യാണം കഴിക്കാൻ ഭയമാണ്, എൻ്റെ മോൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഇതിൻ്റെ കാരണം അവരുടെ ചുറ്റും കാണുന്ന ഇങ്ങനെയുള്ള
കാഴ്ചകളാണ്. അവർ കാണുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് കുടുംബം ഒത്തിരി വലിയ പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചിലപ്പോൾ ചില കുടുംബങ്ങൾ തകരാൻ കാരണം പെൺകുട്ടികളായിരിക്കാം, മറ്റ് ചില കുടുംബങ്ങൾ തകരാൻ കാരണം ആൺകുട്ടികളായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാരണം, കുടുംബങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം, കാലം മാറിയതോ ഒന്നുമല്ല, നമ്മുടെ കുട്ടികൾ പലരും കുടുംബജീവിതത്തിലേക്ക് കാല് വെക്കുമ്പോൾ അവരുടെ ഭാവി സ്പൗസിനെ, വധുവിനെ, വരനെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാതെയാണ് എടുക്കുന്നത്. നമ്മൾ മറ്റു പല കാര്യങ്ങളും കേട്ട് കണ്ട് അങ്ങ് എടുത്തു ചാടും. ഇനി വലിയൊരു അപകടം പറഞ്ഞു തരാം കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും കേൾക്കണം ഈ വിഷയം. വലിയൊരു അപകടം, എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രവാചകന്മാർ ജീവിതം നശിപ്പിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആരാ ജീവിതം നശിപ്പിച്ചത്? പ്രവാചകന്മാർ. വിശ്വാസത്തിലൊക്കെ പുതുതായിട്ട് വരുന്ന കുട്ടി, ആ കുട്ടിയോട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ കാണുന്നു നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു വർഷിപ്പ് ലീഡർ ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞ് അന്ന് മുതൽ സ്വപ്നം കാണുകയാണ്. വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി അല്ലേ, ചർച്ചിലെ എന്താ പറഞ്ഞ പാസ്റ്ററെക്കാട്ടിലും ഒരു പക്ഷേ ഒരു ഗ്ലാമറുള്ള താരമാണ് വർഷിപ്പ് ലീഡർ അല്ലേ. അപ്പോൾ ഈ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നൊരു, നമ്മുടെ ഭാഷയിൽ വാഗ്ദത്തം, നിനക്കൊരു വർഷിപ്പ് ലീഡറെ കല്യാണം കഴിക്കുക. അപ്പോൾ വേറെ ഏത് കല്യാണാലോചന വന്നാലും പുള്ളിക്കാരി സമ്മതിക്കത്തില്ല. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് വർഷിപ്പ് ലീഡറെ തരാമെന്ന്. പക്ഷേ അത് ആ പ്രവാചകൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ ഒരു ഫെയ്ത്ത് പ്രോഫസി ആയിരിക്കാം. ദൈവാത്മാവ് പറഞ്ഞൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞു. ഫെയ്ത്ത് പ്രോഫസി എന്ന് പറയും. അത് ഫുൾഫിൽ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആത്മാവ് പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കും. ചിലരെ ആത്മാവിലല്ല പറയുന്നത്, ഫെയ്ത്തില്ല, വിശ്വാസത്തിൽ അങ്ങ് വിളിച്ചു പറയുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ആവേശം കൂടിയിട്ട് വിളിച്ചു പറയും. ഇപ്പോൾ നല്ലൊരു മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ ആവേശം കയറിയിട്ട് ചിലതങ്ങ് ഫെയ്ത്തിൽ വിളിച്ചു പറയും. നമ്മളതിനെ പ്രോഫസി ആയിട്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫെയ്ത്ത് പ്രോഫസീസ് ഉണ്ട്. സ്പിരിറ്റ് പ്രോഫസീസ് അല്ല. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്നതാണ്. ആത്മാവ് പറഞ്ഞാൽ അച്ചട്ടായിട്ട് അങ്ങനെ സംഭവിക്കും. വിശ്വാസത്തോട് വിളിച്ചു പറയുന്നത് അങ്ങനെ സംഭവിക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ചില കേസിൽ വിശ്വാസത്തിൻ്റെ ആ ബലം കൊണ്ട് ചിലപ്പോൾ അത് നിവർത്തിക്കപ്പെട്ടെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ചില കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രവാചകൻ പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അത് ആകപ്പാടെ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരുന്നു. അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ വർഷിപ്പ് ലീഡറെ കല്യാണം കഴിക്കും എന്ന് ആരോടോ ഒരു പ്രവചനം കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നീ ഒരു പാസ്റ്ററെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പ്രവചനം കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ അത് മാത്രം നോക്കിയിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ഇതാണോ അല്ലയോ എന്നൊന്നും നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കാൻ പോകുന്നില്ല, ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മിസ്ഗൈഡ് ചെയ്യപ്പോൾ ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുന്ന, കുടുംബജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്കറിയാവുന്ന അനേകരുണ്ട്. എനിക്കറിയാവുന്ന ഒരു മോള്, അവൾ വളരെയധികം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള പെൺകുട്ടിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ള, ദൈവരാജ്യത്തിന് വേണ്ടി അവൾ നിന്നായിരുന്നെങ്കിൽ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആകേണ്ട ഒരു മകൾ, അതുപോലെ അഭിഷേകമുള്ള, അതുപോലെ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ പാഷനേറ്റായിട്ടുള്ള ഒരു പെൺകുട്ടി. വളരെ കൊച്ചുമകളാണ് കേട്ടോ. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു നല്ല ദൈവദാസൻ ഇവളെ കല്യാണം കഴിക്കണം, എന്തൊരു അനുഗ്രഹമായിരിക്കും എന്നറിയാം അവരുടെ കുടുംബം. അല്ലെങ്കിൽ ദൈവദാസൻ അല്ലെങ്കിൽ പോലും വേലയ്ക്ക് സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇവളെ കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ അവസാനം ചെന്നിട്ട് ഏതോ ഒരു പ്രവാചകൻ പറഞ്ഞു ഒരു പ്രപ്പോസൽ, ഇതാ നല്ല പ്രപ്പോസൽ എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാം, കല്യാണം കഴിച്ച ചെറുക്കന് വേലയുമായിട്ട് ഒരു ബന്ധവുമില്ല, താല്പര്യവുമില്ല. അവസാനം ഈ പെൺകുട്ടിയുടെ ശുശ്രൂഷയും ജീവിതവും എല്ലാം നിരാശ നിറഞ്ഞ്, കണ്ണുനീര് നിറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കർത്താവിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം സാന്റിയോട് ചിലരെക്കുറിച്ച് പറഞ്ഞു, ആ കൊച്ചിനെയൊക്കെ ഒരു നല്ല ദൈവദാസൻ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ എന്തൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ രണ്ട് ഭാഗത്തുമുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഒരു പ്രവാചകൻ പറഞ്ഞ ദൂതിലൊന്നും നിങ്ങൾ കല്യാണം കഴിക്കില്ല ആരെയും. നിങ്ങളോട് ദൈവം വ്യക്തമായി സംസാരിക്കണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ, അതൊക്കെ മനസ്സിലാക്കി അതുമായിട്ട് യോജിച്ചു പോകുന്ന നല്ല ആത്മീകനായ ഒരു വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഈ ക്രിസ്ത്യൻ വീഡിയോസ് വരുമല്ലോ, ഇൻസ്റ്റഗ്രാമിൽ ക്രിസ്ത്യൻ വീഡിയോസ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബോംബെയിലെ നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചർച്ചിൻ്റെ ഇൻസ്റ്റഗ്രാം അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ചില വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഇൻസ്റ്റഗ്രാം കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറേ വീഡിയോ ഇട്ടത് ഭയങ്കര വൈറലായി. ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഒറ്റ വീഡിയോ 3 ദിവസം കൊണ്ട്
80,000 ആളുകൾ കണ്ടു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായി. അപ്പോൾ എനിക്കൊരു സ്വല്പം ഇൻട്രസ്റ്റ് തോന്നി. അവരെന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തരണം എന്ന് പറഞ്ഞു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇനി പുതിയ വീഡിയോസ് അവരുണ്ടാക്കിയിടുമ്പോൾ എന്തെങ്കിലും ഐഡിയാസ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു അമേരിക്കയിലെ ഒരു സെലിബ്രിറ്റി, ഒരു മോഡൽ, അവളുമായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഇറ്റ്സ് എ ക്രിസ്ത്യൻ ചാനൽ. ഒരു 1 or 2 minute ഒരു ചെറിയ ഒരു വീഡിയോയാണ്. അതിനകത്ത് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിലുള്ള ഒരു സെലിബ്രിറ്റി, ഒരു മോഡലാണ്. എനിക്ക് പേരൊന്നും അറിയത്തില്ല നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ് പീപ്പിൾ. എനിക്ക് അത്രയും പരിചയമുള്ള, നമുക്ക് ഇന്ത്യയിലെ സെലിബ്രിറ്റികളെ തന്നെ കുറച്ച് പേരെ അറിയാവുന്നല്ലാതെ ഈ സെലിബ്രിറ്റികളെ അറിയാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ വർഷിപ്പ് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് സെക്കുലർ ഫീൽഡിലെ സെലിബ്രിറ്റീസിന് അത്രയും നമുക്ക് പരിചയമില്ല. അപ്പോൾ ആ പെൺകുട്ടിയോട് ഇൻ്റർവ്യൂ നടത്തുന്ന ആ പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്താണെന്നറിയാമോ? ചോദ്യം ഇതാണ്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? ഇതാണ് ചോദ്യം. ഇറ്റ്സ് എ ക്രിസ്ത്യൻ ചാനൽ, വീഡിയോ ഈസ് ഹാവിങ് എ ക്രിസ്ത്യൻ മെസ്സേജ്. ഓക്കെ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ല. അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ഇവൾ ചോദിച്ചു, അതെന്താ നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തത്? നീ ഇന്ന് വരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലയോ? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കൽ പോലും ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം മനസ്സിലാക്കണം, അമേരിക്കയിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സെലിബ്രിറ്റി കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. അവർ പറയുകയാണ്, ഞാൻ ഇന്ന് വരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന് വരെയും എന്ത് ചെയ്തിട്ടില്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ആത്മീകനായ ഒരു വ്യക്തിയാണ്. ഞാൻ യേശുവിൻ്റെ ഒരു മകളാണ് കേട്ടോ. ഇത് ഒരു മലയാളി പെൺകുട്ടിയൊന്നുമല്ല, ഒരു അമേരിക്കക്കാരി, ഒരു സെലിബ്രിറ്റി പെൺകുട്ടിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല സ്പിരിച്വലി എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ആത്മീകനാകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യണം. അങ്ങനെ ഒരു വ്യക്തിയെ ഇന്ന് വരെ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സോ ഐ എം വെയിറ്റിംഗ്, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തി. അവൾ പറഞ്ഞ ഒരു വാക്ക്, ദ വൺ ഹൂ ക്യാൻ ഡിസ്കസ് തിയോളജി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ ജീവിത ലക്ഷ്യം, നമ്മൾ കാണുന്ന സ്വപ്നം അല്ലേ, എന്തായിരിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം നിങ്ങളോട് കരം ചേർത്ത് പിടിച്ച് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രെയർ പാർട്ട്ണറായിട്ട് മാറുന്ന, അല്ലേ, ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫെലോ ഷുഡ് ബി യുവർ പ്രെയർ പാർട്ട്ണർ. നിങ്ങളുടെ പ്രെയർ പാർട്ട്ണറായിട്ട് മാറുന്ന വ്യക്തി, ദൈവം തന്നെ കൊണ്ടുതരുന്ന, ദൈവം ദർശനം കാണിച്ച്, ദൈവം വിഷൻ കാണിച്ച് കൊണ്ടുതരുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ദൈവദാസനുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൺസേൺസ് പറഞ്ഞു. ഒരു കൊച്ചു മോനാണ് കേട്ടോ. കൺസേൺസ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭയം പറഞ്ഞു, കർത്താവ് എങ്ങനെ കല്യാണം കഴിക്കും, എവിടുന്നൊരു പെണ്ണിനെ കിട്ടും, അല്ലെങ്കിൽ അബദ്ധം പറ്റിയാലോ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവസാനം അവളെ ഇട്ടിട്ട് പോയാലോ, ഡിവോഴ്സ് സംഭവിച്ചാലോ, ഇവരെ പോലൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലോ. നമുക്കൊക്കെ അങ്ങനെയുള്ള ഭയങ്ങളുണ്ടല്ലേ, ഈ കാലത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള ഭയമാണ്. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു രസകരമായ കാര്യം അറിയാമോ? ഈ ദൈവദാസന് ആ 2-3 ദിവസം ഈ വിഷയത്തിൽ ഭയങ്കര ഭയമായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് വൈകിട്ട് ശ്രദ്ധിക്കണമേ, കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്നുള്ളത്. അന്ന് വൈകിട്ട് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 6 o'clock തൻ്റെ വീട്ടിൽ, തൻ്റെ കട്ടിലിൽ താൻ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ആ കട്ടിലിൽ ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത പോലെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചു. ഐ വാസ് ഷിവറിങ്, ഐ വാസ് ഷേക്കിങ്, കൈയൊക്കെ അടിച്ച് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് കട്ടിലിരുന്ന് അങ്ങ് ആരാധിച്ചു. എപ്പോഴാണ്? ഒരു വൈകിട്ട് 6 മണിക്ക്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ആ മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ അതേ സമയത്ത് ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതേ അപ്രോക്സിമേറ്റ്ലി 6 മണിയായപ്പോൾ ഞാൻ ഇരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ, ഞാൻ നിൽക്കുകയാണ്. അതുപോലെ തിരക്കാണ്, ബോംബെയിലെ ട്രെയിനല്ലേ. ഞാൻ നിൽക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അടങ്ങിയിട്ട് എനിക്കൊരു വെളിപ്പാട് തന്നു. എന്താ വെളിപ്പാട്? റോമാലേഖനം 16-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ ഒരിടത്ത് ദൈവം തൻ്റെ ദാസനെ ശക്തീകരിച്ച്, തൻ്റെ മകനെ ശക്തീകരിച്ച്, അവൻ്റെ ഫിയർ, നമുക്ക് പറയാൻ ഒക്കത്തില്ല ഇത് കാരണമില്ലാത്ത ഭയമാണെന്ന്.
ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഫിയർ, അല്ലേ? ഒരു ജെന്യുവൻ റീസൺ ഉണ്ട്. കാരണം ഇന്ന് സംഭവിക്കുന്നതാ, ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സോ ദർ ഇസ് എ ജെന്യുവൻ റീസൺ ഫോർ ദാറ്റ് ഫിയർ. ആ ഭയത്തിന് ഒരു ന്യായമായ കാര്യമുണ്ട്. ആ ഭയത്തോടെ തൻ്റെ മകൻ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്ത് ചെയ്യാന്നറിയാമോ? ആ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന എന്നെ, അല്ലെങ്കിൽ ആ ദൈവദാസനെ വഴിയിൽ വെച്ച് ഇടപെടുകയാണ് ആ വ്യക്തിയോട് പറയേണ്ട മെസ്സേജ്. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് പ്രാപിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് നീ ഈ പാസ്റ്ററോട് പറയണം. ഏത്? ഈ റോമൻസ് ചാപ്റ്റർ 16 വേർഡ്സ് 12 അല്ലേ, 12 നമ്മൾ വായിച്ചത്. ഇത് ഈ ദൈവദാസനോട് പറയണം. ഈ ദൈവദാസനുള്ള ദൂതാണ്. പക്ഷെ ചർച്ച് ഞാൻ വേറൊരു മെസ്സേജാണ് പറഞ്ഞത്, കാരണം ചർച്ചിന് വേറെ മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവദാസനോടുള്ള ദൂത്, ഹല്ലേലൂയ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ ദൂതുകൾ ആ ദൈവദാസനോട് പറഞ്ഞു. ശ്രദ്ധിക്കണം, 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ 3 പെൺകുട്ടികളുടെ പേര് പറയുന്നു. ഈ 3 പെൺകുട്ടികളെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഭയങ്കര ആത്മീക കാഴ്ചപ്പാടുകൾ, വിഷൻസ് നമുക്ക് കിട്ടുവാനിടയായി തീരും. എനിക്ക് ആ പേരുകൾ പറയാൻ വലിയ ബുദ്ധിമുട്ട് കേട്ടോ. പെർസിസിൻ്റെ പേരെ എനിക്ക് ശരിക്കും ഉച്ചരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ 2 പെൺകുട്ടികൾ, ആദ്യത്തെ 2 പെൺകുട്ടികൾ, അവരുടെ പേര് തന്നെ ഒരു സാമ്യമുണ്ട്, അല്ലേ? ആ സാമ്യത്തിന് കാരണമായിട്ട് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് അവർ സിബ്ലിങ്സ് ആകാം, അവർ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ ഒരേ ഫാമിലിയിലെ ആളുകളാകാം. ഈ 2 കുട്ടികളും ഒരേ ഫാമിലിയിലെ ആളുകളാകാം. അപ്പോൾ അതുകൊണ്ടാണ് ആ പേരിൽ അങ്ങനെ സാമ്യം വന്നിരിക്കുന്നത്. ഇനിയും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ 2 പേരിനും ഒരു അർത്ഥമുണ്ട്. ഈ 2 പേരിനുമുള്ള അർത്ഥം, ആദ്യത്തെ പേരിൻ്റെ അർത്ഥം ലക്ഷറിയസ് എന്നാണ്. എന്താണ്? ലക്ഷറിയസ്, ആഡംബര ജീവിതം എന്നാണ്. ഒരപ്പനും അമ്മയും മകൾക്കിട്ട പേരാണ് ലക്ഷറിയസ്, ആഡംബര ജീവിതം. രണ്ടാമത്തെ മകൾക്കിട്ട പേരെന്താണ്? ആ പേരിൻ്റെ അർത്ഥമാണ് ഡെലിക്കേറ്റ്, അല്ലെങ്കിൽ ഡെലിക്കസി. ഡെലിക്കേറ്റ് ആയിട്ടുള്ളത്, വളരെ ഡെലിക്കേറ്റ് ആണ് ഇവള്. അതും ഒരു തരത്തിൽ ഈ ഡെലിക്കസി, ഡെലിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു തരത്തിൽ ലോകത്തിൻ്റെ, ഈ വേൾഡിൻ്റെ ഒരു സ്വഭാവത്തെ കാണിക്കുന്ന, ആ ഡെലിക്കസിയെ കാണിക്കുന്ന ഒരനുഭവമാണ്. അപ്പോൾ ഒരു മകൾക്ക് പേരിട്ടേക്കുന്നു ലക്ഷറിയസ് ലൈഫ്, മറ്റേ മകൾക്ക് പേരിട്ടിരിക്കുന്നു ഡെലിക്കസി. മക്കൾക്ക് പേരിടുമ്പോഴേ എൻ്റെ ചോദ്യം, മക്കൾക്ക് പേരിടുമ്പോൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ മക്കൾക്ക് പേരിടുന്നത്? സിമി ഈ നമ്മുടെ കൂടെയുണ്ട്. സിമിയുടെ കുഞ്ഞു മോക്ക് പേരിട്ടിരിക്കുന്നത് മിറക്കിൾ എന്നാണ്, അല്ലേ? ഒഫീഷ്യലി അത് പറഞ്ഞോ എല്ലാവരോടും, അല്ലേ? ഒഫീഷ്യലി പറഞ്ഞു മിറക്കിൾ. എന്തിനാ മിറക്കിൾ എന്ന് പേരിട്ടത്? കാരണം ആ കുഞ്ഞൊരു മിറക്കിളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പോൾ അപ്പനും അമ്മയും പേരിടുമ്പോൾ അവരുടെ ഐഡിയോളജിയാണ് അവർ ഇടുന്നത്, അല്ലേ? കുഞ്ഞിനോട് ചോദിച്ചോ, കുഞ്ഞ് നിനക്കെന്ത് പേരാ വേണ്ടത് എന്ന് ചോദിച്ചില്ല, അല്ലേ? പിന്നെ നമ്മൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എൻ്റെ കുഞ്ഞിന് എന്ത് പേരാ ഇടേണ്ടത് എന്ന് ദൈവമക്കൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പം നമ്മൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പ്ലാൻ അറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾക്ക്, ഡാനിക്കും ഡോണായിക്കും പേരിട്ടപ്പോൾ വളരെ അമേസിംഗ്ലി ദൈവം ഞങ്ങളെ അതിന് ഗൈഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ വിശ്വാസികളല്ലെങ്കിലോ, ഞങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരിടും, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ പേരിടും, അല്ലേ? നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ട്. ആ സെലിബ്രിറ്റിയുടെ പേര് ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന പിള്ളേർക്കെല്ലാം ഉണ്ടാകുന്ന പേര് സെലിബ്രിറ്റിയുടെ പേരാണ്. ഒരു കാലത്ത് ഈ സച്ചിൻ തെണ്ടുൽക്കർ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുവിധപ്പെട്ട പിള്ളേർക്കെല്ലാം സച്ചിൻ എന്നായിരുന്നു പേര്. അപ്പം അല്ലേ, ഒരു കാലഘട്ടത്തിൽ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പേര് ഒക്കെ വളരെ പോപ്പുലറായിരുന്ന സമയത്ത് ഒത്തിരി പിള്ളേർക്ക് രാഹുൽ എന്ന് പേരിട്ടു. അപ്പോൾ ലോകം അങ്ങനെ പേരിടുന്നത്. ഒന്ന് ഈ സെലിബ്രിറ്റീസിൻ്റെ പേരിടും, അല്ലെങ്കിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും ഐഡിയോളജി ആ പേരിൽ വരും. അപ്പൻ്റെയും അമ്മയുടെയും ഐഡിയോളജി ആ പേരിൽ വരും. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷേ ഈ ചില ആളുകൾ വളരെ വലിയ സെക്കുലർവാദികൾ, പിന്നെ അവർ മതത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പിള്ളേർക്ക് പേരിടുമ്പോൾ അവർക്ക് ഭയങ്കര നിർബന്ധമാണ് പിള്ളേരുടെ പേരിൻ്റെ അകത്ത് മതത്തിൻ്റെ ഒരു നിശാന, മതത്തിൻ്റെ ഒരു ചായ്വ് ഉണ്ടാകല്ല്. അങ്ങനെ പേരിട്ട പിള്ളേരെ എനിക്കറിയാം. അവരുടെ പേര് കേട്ടാൽ നമുക്ക് വിചിത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പേരുകൾ കേട്ടിട്ടുണ്ട്. മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പേര്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ വിചിത്രമായ പേരുകൾ അവർക്ക് ഇടേണ്ടതായിട്ട് വരുന്നു. ആ പേരിട്ടു കാസ്റ്റ്ലെസ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. കാസ്റ്റ്ലെസ്, കാരണം അവർക്ക് അപ്പനും അമ്മയ്ക്കും മതത്തിലും ജാതിയിലും ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന് കാസ്റ്റ്ലെസ് എന്ന് പേരിട്ടു. അപ്പം പോകട്ടെ. അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ഐഡിയോളജിയാണ് മക്കളുടെ പേര്, അല്ലേ? അവർ വിശ്വാസികളാണെങ്കിൽ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ കുഞ്ഞിന് എന്താ പേര് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് പേരിടും. അപ്പോൾ പേരിടുമ്പം തന്നെ നമ്മൾ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിഞ്ഞ് അതുമായിട്ട് റിലേറ്റഡ് പേരിടണം.
അപ്പം ആ കുഞ്ഞിൻ്റെ പേര് തന്നെ ഒരു പ്രവചനമാകണം, ആ കുഞ്ഞിൻ്റെ പേര് തന്നെ ഒരു പ്രോഫസി ആകണം. വേദപുസ്തകത്തിൻ്റെ സംഭവം അങ്ങനെയല്ലേ? വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ എല്ലാം പേര് നോക്കിക്കേ, അവരുടെ ലൈഫിൻ്റെ ആ ഒരു കോൾ അല്ലെങ്കിൽ പർപ്പസ് അത് വെളിപ്പെടുന്നതിന് മുമ്പേ തന്നെ അപ്പനും അമ്മയും ആ പേരാണ് അവർ കിട്ടുന്നത്. വേദോത്സവത്തിലെ എല്ലാ പ്രോഫറ്റ്സും വേദോത്സവത്തിലെ പേരിട്ടതെല്ലാം അങ്ങനെ കേട്ടോ, പ്രോഫറ്റിക്കായിരുന്നു പേരുകൾ. അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇവർ രണ്ട് പേരും എന്താ ചെയ്യുന്നത്? ഇവർ രണ്ടു പേർക്കും അപ്പനും അമ്മയും പേരിട്ടിരിക്കുകയാണ്. ഇട്ട പേര്, ഒരു മോക്ക് പേരിട്ടു ലക്ഷറിയസ്, മറ്റേ മോക്ക് പേരിട്ടു ഡെലിക്കേറ്റ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അപ്പനും അമ്മയും എങ്ങനെയുള്ള ആളുകളാണ്? അവർ റോമാ സാമ്രാജ്യത്തിലെ റോം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ സിറ്റികളിലൊന്നല്ലേ ഇറ്റലി. ഇന്നത്തെ ഇറ്റലിയുടെ ക്യാപിറ്റലായ ഇറ്റലിയിലെ റോം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ എല്ലാ റോഡും റോമിലേക്ക് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ സ്വന്തം നഗരം, കോസ്മോപൊളിറ്റൻ ഷഹർ, ആ ഒരു പട്ടണത്തിലെ ഏറ്റവും വലിയ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയാം, ഏറ്റവും വലിയ ആഠ്യത്വമുള്ള ധനാഢ്യരാകുന്ന ഒരു കുടുംബത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അപ്പനും അമ്മയും പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ മക്കൾ അടിച്ചു പൊളിച്ച് ലക്ഷറിയസ് ആയിട്ട് ജീവിക്കണം എന്നല്ലേ? അതാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പൻ്റെയും അമ്മയുടെയും സ്വപ്നം എന്താണെന്നറിയാമോ? എൻ്റെ മക്കൾ ഒരു കേടും കൂടാതെ, ഒരു കഷ്ടവും സഹിക്കാതെ. അങ്ങനെയല്ല ചില അപ്പന്മാരും അമ്മമാരും ഒക്കെ പറയും, പാസ്റ്ററെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒട്ടും കഷ്ടപ്പെടരുത്. ഇത് വലിയ ഒരു റോങ് ഒരു ഫിലോസഫിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്പം കഷ്ടമൊക്കെ അനുഭവിച്ച് വളരണം. നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ടാണ് നമുക്ക് അല്പമെങ്കിലും ആത്മീയമൊക്കെ ഉള്ളത്. നമ്മളവരെ അറിയാതെ വളർത്തിയാൽ ഒരു പക്ഷേ അവർ കർത്താവിനെ അറിയാതെ പോകും. അതുകൊണ്ട് അല്പം വിഷയങ്ങളിൽ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മളായിട്ട് ആ ഭാരം മുഴുവൻ തോളത്തെടുത്ത് വെക്കാതെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം, മോനെ പ്രാർത്ഥിക്കുക കേട്ടോ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നമ്മളിപ്പം കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നില്ല, എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നമ്മൾ പറയാം, മോനെ ഡാഡി എങ്ങനെങ്കിലും നിനക്ക് അഡ്മിഷൻ ഉണ്ടാക്കി തരും കേട്ടോ. അവൻ പോയി പോത്ത് പോലെ കിടന്നുറങ്ങും, ഡാഡി ഉണ്ടല്ലോ, ഡാഡി എങ്ങനെങ്കിലും വെട്ടിപ്പിടിക്കുന്നോടെ. അങ്ങനെ പറയാതെ, മോനെ ഡാഡിക്കൊന്നും പറ്റത്തില്ല കേട്ടോ, നീ ഒന്ന് പ്രാർത്ഥിക്കടാ, ദൈവം നിനക്ക് വേണ്ടി ഒരു മിറക്കിൾ കേട്ടെന്ന് പറഞ്ഞാൽ അവനെക്കൊണ്ട് മുട്ടുമേലിരുത്തി പ്രാർത്ഥിപ്പിച്ച് അവനൊരു അഡ്മിഷൻ കിട്ടിയാലുണ്ടല്ലോ, അവൻ ജീവിതകാലം മുഴുവൻ പറയും കർത്താവാണ് എനിക്ക് അഡ്മിഷൻ തന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അവരല്പം അല്ലലൊക്കെ അറിയണം. പ്രാർത്ഥനയാണ് ജീവിതത്തിലെ അനുഗ്രഹമെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവരൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പല മാതാപിതാക്കളും ഈ അറിയാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പിന്നീട് അവർ കരയേണ്ടതായിട്ട് വരുന്നത്. എൻ്റെ കുഞ്ഞ് ചർച്ചിൽ പോകുന്നില്ല, അവന് ദൈവത്തെ കാര്യമില്ലെന്നൊക്കെ പറയാൻ ഉള്ള കാരണം എന്താ? അവർ ഈ കുഞ്ഞുങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ ലാളിച്ച് വഷളാക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. പോകട്ടെ, അപ്പം അപ്പൻ്റെ അമ്മയുടെയും സ്വപ്നം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ സ്വപ്നങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയോ ഡ്രീംസ് ഉണ്ടായിരുന്നു, അവരുടെ കുറേ ഐഡിയോളജി ഉണ്ടായിരുന്നു. അതൊക്കെ അനുസരിച്ചാണ് നമുക്ക് പേരിട്ടത്, നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. ശരിയല്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എസെൻഷ്യലി അവരെല്ലാവരും ഭയങ്കര ഭക്തർ, ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പ്രോഫറ്റിക് പേരിടാനൊന്നും പ്രാപ്തരായെന്ന് വരത്തില്ല. പക്ഷെ അവർക്ക് കിട്ടിയ ഒരു ഐഡിയോളജി അനുസരിച്ച്, അവരുടെ സ്വപ്നം അനുസരിച്ച് അവർ പേരിട്ടു. പക്ഷേ വളർന്നു വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു. എന്താ ഡിസിഷൻ എന്നറിയാമോ? പേരിട്ടത് ലക്ഷറിയസ് എന്നാണെങ്കിലും ഡെലിക്കസി എന്നൊക്കെ ആണെങ്കിലും ജീവിക്കുന്നത് അങ്ങനെയല്ല. അപ്പൻ്റെ ഐഡിയോളജി അത് പരാജയമാണെങ്കിൽ അതിന് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളതല്ല, പിന്നെ ജീവിതത്തിൽ പ്രാപിച്ച ഒരു ദർശനമുണ്ട്, ഒരു വിഷനുണ്ട്, അതിനുവേണ്ടി ജീവിതത്തെ അവർ സമർപ്പിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഈ വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ഞാൻ ഈ പറഞ്ഞ റോമൻസ് ചാപ്റ്റർ 16 verse 12. ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവരൊന്ന് വായിക്കാമോ? Greet Tryphena and Tryphosa, those women who work hard in the Lord. Women who work hard. Women who work hard. അടുത്ത വാക്യം പെർസിസിനെ കുറിച്ച്. Greet my dear friend Persis, another woman who has worked very hard in the Lord. Very hard. 3 പെൺകുട്ടികളെ കുറിച്ച് പറയാണ്. Those who worked very hard for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട 3 പെൺകുട്ടികൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതോ ഒരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് ദ ടോയിൽഡ് ഫോർ ക്രൈസ്റ്റ് എന്ന. ദ ടോയിൽഡ് ഫോർ ക്രൈസ്റ്റ്. ടോയിൽഡ് അല്ലേ? ടോയിൽഡ് എന്ന് പറഞ്ഞ ആ വാക്കിന് അല്ലെങ്കിൽ ഏത് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്? ടോയിൽഡ് എന്നുള്ള പദം അതിനകത്തുണ്ടോ? NLT also says work so hard. Work very hard. Okay, you are using NLT. Some other translation, I think I read it from maybe NIV or some other translation. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ടോയിൽഡ്. അപ്പം ടോയിൽഡ് എന്ന പദം അല്ലേ, റിങ്കിയും സിമിയും ഒക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്.
സോ എന്നെക്കാട്ടിലും നല്ല ഇംഗ്ലീഷ് അവർക്കറിയാം. അപ്പോൾ ഈ വർക്ക് വെരി ഹാർഡ് എന്ന് പറയുന്നതിൽ labored. എന്തോ NKJV says labored. ലേബേർഡ്. അപ്പം ഞാൻ ഏതോ ഒരു ട്രാൻസ്ലേഷനിൽ ഈ ടോയിൽഡ് എന്നുള്ള പദം വെച്ചപ്പോൾ ഈ പദത്തിന് കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട് അല്ലേ, ഗ്രാവിറ്റി കൂടുതലുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തെ ഇങ്ങനെ കഷ്ടതയിലൂടെ അങ്ങ് കൊണ്ടുപോയി എന്നുള്ള ഒരർത്ഥമാണ് ഈ ടോയിൽഡ് എന്ന പദത്തിന് ഉള്ള മീനിങ്. കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഈ പെൺകുട്ടികൾ കഷ്ടപ്പെട്ടെന്ന്. ഓ ദൈവത്തിന് സ്തോത്രം. പേരെന്താ? പേര് ലക്ഷറിയസ്. പേരെന്താ? ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെൺകുട്ടിയും ലക്ഷറിയസ് എന്ന അപ്പനിട്ട പെൺകുട്ടിയും ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അവരുടെ പേര് പോലല്ല അവർ ജീവിച്ചത്. അവരുടെ പേരുമായിട്ട് അവരുടെ ജീവിതത്തിനൊരു ബന്ധവുമില്ല. കാരണം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശു ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിത ദർശനം മാറി. അവർ കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന പെൺകുട്ടികളായിട്ട് മാറി. ലക്ഷറീസ് ലൈഫ് അല്ല അല്ലേ. അല്ലല്ലേ, നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറയാറില്ലേ, ഒരു കഷ്ടവും അറിയാതെ ഞാൻ അവളെ വളർത്തിയത് എന്ന് പറയാറില്ലേ. അതേ പെൺകുട്ടി, ഒരു കഷ്ടവും അറിയില്ലെന്ന് അപ്പനും അമ്മയും ആഗ്രഹിച്ച പെൺകുട്ടി. ഹല്ലേലൂയ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ. ദി വർക്ക്ഡ് ഹാർഡ്. ഓക്കെ. മൈ ഡിയർ ഫ്രണ്ട് Persis, who has toiled diligently for the Lord. Toiled. Hallelujah. Thank you, Shibin. Hallelujah. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട്. അപ്പനമ്മയുടെ പേരങ്ങനല്ല. അപ്പനമ്മയുടെ പേര് ലക്ഷറീസ് ആയിട്ട് എൻ്റെ മോള് ജീവിക്കണമെന്ന്. പക്ഷെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഞാൻ ആ ദേവദാസനോട്, എൻ്റെ മോനെ നീ സങ്കടപ്പെടുമെന്നും വേണ്ടടാ, ലോകത്തിൽ ഒത്തിരി പെൺകുട്ടികളുണ്ട് പെർസിസിനെ പോലെ. ട്രൈഫേന അല്ലേ, എങ്ങനെ അത് ഉച്ചരിക്കുന്നത്? ഐ ഡോ നോട്ട് നോ. ഹല്ലേലൂയ. ഇവരെ പോലെയുള്ള നല്ല പെൺകുട്ടികളുണ്ട്. നിനക്കും ദൈവം തരും, ഒരു പെർസിസിനെ കൊണ്ട് തരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ട്രിഫോനായ ഒരു പെൺകുട്ടിയെ ദൈവം കൊണ്ടുതരും. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, മറ്റൊരു ഐഡിയോളജിയോടുകൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് കൊണ്ടുതരും. അത് യുവദാസിന് വലിയ സന്തോഷം. എന്നെക്കടിയും കെട്ടിപ്പിടിച്ചു കേട്ടോ. ആശ്വാസമായെന്ന്. ദൈവപരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഈ നമ്മുടെ യുവയുടെ മീറ്റിങ്ങിൽ പറയാനുള്ളത്, ഒത്തിരി പേരുടെ വിവാഹം പരാജയപ്പെട്ടിട്ടുണ്ടാകാം, ഒത്തിരി പേരുടെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ കർത്താവിനെ അറിഞ്ഞ്, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ കരം പിടിച്ച്, ദൈവശബ്ദം കേട്ട്, പ്രവാചകൻ പറയുന്നത് കേൾക്കല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ. പ്രവാചകൻ പറയുന്നത് എപ്പോഴും നിങ്ങളോട് ദൈവം സംസാരിച്ചതിൻ്റെ കൺഫർമേഷൻ ആയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു ആവേശത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി ഇറങ്ങി കുഴി ചാടരുത്. ദൈവം നമ്മളോട് പറയുന്നത് പ്രവാചകന്മാരിലൂടെ ദൈവം കൺഫേം ചെയ്ത് തരും. ഐ ബിലീവ് ഇൻ പ്രോഫറ്റിക് മിനിസ്ട്രി, ഐ പേഴ്സണലി ഡൂ ദാറ്റ് മിനിസ്ട്രി. പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു അപകടം, നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന പ്രവാചകന്മാർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ അപകടം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നല്ല ഫെയ്ത്ത്ഫുൾ പ്രോഫറ്റ്സ് ആൻഡ് പ്രോഫറ്റേഴ്സ് എഴുന്നേറ്റ് വരണം. നമുക്കറിയാം, നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾക്കറിയാം, ഞാൻ അവരോടൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ പ്രവചിക്കണം, നിങ്ങൾ ആത്മാവിൽ ആ വരം പ്രാപിക്കണം, എന്നിട്ട് വിശ്വസ്തരായിരിക്കണം. ഇന്ന് ഒത്തിരി ആളുകൾ ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയൊക്കെ വളരെ വളരെ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതൊന്നുമില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി റിയൽ ജെനുവൻ ട്രൂ കൈൻഡ് ഓഫ് പ്രോഫറ്റ്സ് ആൻഡ് പ്രൊഫറ്റേഴ്സ് എഴുന്നേറ്റ് വരണം. ദാറ്റ്സ് എ ബിഗ് ചലഞ്ച്. അതിനുവേണ്ടി സമർപ്പിക്കണം. കർത്താവ് എന്നെ ശുശ്രൂഷ ഏൽപ്പിക്കണം, ഞാൻ വിശ്വസ്തനായിരിക്കാം, ഞാൻ ഏറ്റവും വിശ്വസ്തനായിരിക്കാം എന്ന് പറഞ്ഞൊന്ന് സമർപ്പിക്കണം. പണത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ പുറകെ പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് സംസാരിച്ച കുറേ കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് കുറച്ച് അധികം കാര്യങ്ങൾ പിന്നെയും പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് യുവായിൽ ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഈ യുവായുടെ മീറ്റിങ്ങിൽ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പരസ്പരം കർത്താവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിങ്ഡം കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. അത് പ്രയോജനമായി തീരണം. നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ മെൻറ്റർ ചെയ്തെടുക്കണം. ആഫ്റ്റർ 20 or 25 years, when I see you all, ഞാൻ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് പെർസിസിനെ പോലെ അധ്വാനിക്കുന്ന. പെർസിസ് എന്ന പേര് ഒരു പേർഷ്യൻ പേരാണ്. പെർസിസ് എന്ന പേര് ഒരു പേർഷ്യൻ പേരാണ്. പെർസിസ്
പേർഷ്യൻ പേരെന്നത് തന്നെയല്ല, ആ പേരിൻ്റെ അർത്ഥവും ലേഡി ഫ്രം പേർഷ്യ എന്നാണ്. പെർസിസ് എന്ന പേരിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ട്രിഫാനയും ട്രിഫോസയും ഇവർ രണ്ടുപേരും വളരെ അരിസ്റ്റോക്രാറ്റ്, വളരെ ആഠ്യത്വമുള്ള റോമ ഗ്രീക്ക് ഫാമിലിയിൽ നിന്നായിരുന്നെങ്കിൽ ഈ പെർസിസ് ഒരു പേർഷ്യക്കാരിയായിരുന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഷീസ് ഫ്രം എ സ്ലേവ് ബാക്ക്ഗ്രൗണ്ട്, ഒരു അടിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനത്തെ കാലത്തെ അടിമകളുണ്ടല്ലോ. അപ്പോൾ ട്രിഫോനയും ട്രിഫോസയും വളരെ വലിയ മാസ്റ്റർ, എന്താ പറഞ്ഞ യജമാനന്മാരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പെർസിസ് ഒരു അടിമ കുടുംബത്തിൽ നിന്നായിരുന്നു. ഇതിനെക്കുറിച്ച് ദേവദാസന്മാർ പറഞ്ഞ റോമാ സഭയ്ക്കകത്ത് ഡിസ്ക്രിമിനേഷൻ ഇല്ലായിരുന്നു. ദാസനും യജമാനനും ഒന്നിച്ച് ഒരേ പായിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന സഭ, വർഗവ്യത്യാസം കൂടാതെ, ജാതി വ്യത്യാസം കൂടാതെ, ഹോമോജനസ് എന്ന് പറയാം. ഹോമോജനസ് ഏത് ഭാഗം എടുത്തു നോക്കിയാലും തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ മിക്സായിരിക്കുന്ന, വിടവുകൾ കാണാത്ത, ഭേദങ്ങൾ, ജാതിയോ വർഗമോ വർണ്ണമോ ഭാഷയോ ഒന്നും വ്യത്യാസപ്പെടുത്താത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു റോമാസഭ. അടിമയും ഉടമയും ഒന്നിച്ച് ഭേദങ്ങൾ കൂടാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയായിരുന്നു റോമാസഭ. നാളെ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെയൊക്കെ ഒരു പ്രായമാകുമ്പോൾ എന്നെപ്പോലൊന്നുമല്ല, ഭയങ്കര പവർഫുള്ളായിട്ട് ഇന്ത്യയെ ഇളക്കി മറിക്കുന്നവരായിട്ട് നിങ്ങളെ കാണണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഷിബിൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രൈസ് ഗോഡ്. പരിശുദ്ധ പിതാവേ, നിങ്ങൾക്ക് ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായിട്ട് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ദൈവസഭയിൽ കൂടി വരുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം ശ്രദ്ധിപ്പാൻ, ചിന്തകളൊക്കെയും ഞങ്ങൾക്ക് കേൾപ്പാൻ ദൈവാത്മാവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ ഭാവിയുടെ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും അങ്ങയോട് ചോദിച്ച്, അങ്ങയിൽ നിന്ന് ആലോചന പ്രാപിച്ച്, അപ്പൊ വ്യക്തമായി ദൈവമേ ഇതാകുന്ന വഴി, ഇതിലേ നടക്കുക എന്നുള്ള ആ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴകുവാൻ, ആ ശബ്ദം ഞങ്ങളെ നയിപ്പാൻ ദൈവം കൃപ തരണമേ. വ്യക്തിപരമായി ഞങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കണമേ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നവർ പ്രാർത്ഥനാ വിഷയങ്ങളുമായി, ഭാവി സംബന്ധമായി ആ പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ തിരുക്കരങ്ങളിലേക്ക് തേടുന്നു. ദൈവം അവരുടെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതാർക്കും അടച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. ശത്രു അതിനെ അടപ്പാൻ, മറ്റുള്ളവരുടെ ചിന്തകൾ അതിനെ അടപ്പാൻ, മാനുഷിക ബുദ്ധികളിൽ കൂടെ പോയി ആ വഴികളെ അടപ്പാൻ ഒരിക്കലും ഇടയാകാതെ ദൈവാത്മാവിന്റെ ആ ഗൈഡൻസിൽ നടപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെന്ന് നിങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന, ഇത് കേൾക്കുന്ന ഞങ്ങളുടെ ഓരോ സഹോദരനും നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി വ്യക്തമായി ദൈവവചനം സംസാരിച്ച പ്രിയ ഫിനിജാന്റെ തിരുക്കരങ്ങളിലേക്ക് തരും. ദൈവമേ, പിന്നെയും ശക്തമായി കരങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ. ആയിരങ്ങളുടെ വിടുതൽ, 10,000ങ്ങളുടെ വിടുതൽ, അനേക യുവാക്കന്മാരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, അനേക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ ഈ യുവയുടെ മീറ്റിംഗിന് ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പാസ്റ്ററെ കുടുംബത്തെയും അവിടുത്തെ ശാസ്ത്രീയ എല്ലാ തിരുക്കരങ്ങളിലും ദൈവമേ, നിങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഞങ്ങളെ കൊണ്ടാവുന്നു എന്ന് കേട്ടതുപോലെ ദൈവമേ, കഠിനമായി അധ്വാനിപ്പാൻ, അത് സ്ഥിരതയോടെ അധ്വാനിപ്പാൻ, ഞങ്ങൾക്ക് ഓരോ ഉത്സാഹത്തോടെ അധ്വാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പലർക്കും ദൈവമേ പല സാഹചര്യങ്ങളും മൂലം തങ്ങളുടെ സ്ഥിരത നഷ്ടപ്പെടുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് സ്ഥിരതയോടെ ഓട്ടം ഓടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ, ആകുല ചിന്തയോടെ ആരെങ്കിലും ഇന്ന് രാത്രി ഈ മീറ്റിംഗിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് അവരോട് ഇടപെടണമേ. ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ സമാധാനം വ്യാപരിക്കണമേ. ഞാനോ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് രാത്രി അവരുടെ ഉള്ളിൽ, ഈ മെസ്സേജ് കേട്ട അവരുടെ ഉള്ളിൽ ഒരു ഇന്നർ ഹീലിംഗ് നീ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ പ്രാർത്ഥന കേട്ടിട്ടാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. 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 May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen. 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 എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു ഓൾ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.